എന്ന പ്രാർത്ഥന ആണ് ആദ്യമായിട്ട് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം വസ്വാസ്, അതായത് OCD എന്ന് അറിയപ്പെടുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, എന്റെ ഇംഗ്ലീഷ് പേര് OCD എന്നാണ്. പേരൊക്കെ നല്ല സുഖമാണ്, പക്ഷേ സംഗതി ഭയങ്കര പ്രശ്നമാണ് OCD. എന്റെ നാട്ടില് ഒരു വസ്വാസ് കുടുംബമുണ്ട്. ഈ വസ്വാസ് കുടുംബത്തില് പെണ്ണ് കാണാൻ വേണ്ടി ആള് വന്നു. അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാർ വന്നു. മോനെവിടെ? മോൻ കുളിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുളിക്കാൻ പോയ മകൻ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പോൾ എവിടെയാ കുളിക്കാൻ പോയത്? പുഴയിലാണ് പോയത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം കുളമായി. അവർക്ക് സംഗതി മനസ്സിലായി. അവർ തിരിച്ചുപോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ OCD, പേരൊക്കെ നല്ല സുഖമാണ്. ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ് എന്നതാണ്, അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. എന്നും OCDയും രണ്ടും ഒരേ സംഗതി തന്നെ. ഏതായാലും വെള്ളത്തിലിറങ്ങിയാണ് പോത്തിന് വെള്ളത്തിലിട്ട മതിയാണ്. പണ്ടൊക്കെ ഒരു പോത്തുണ്ടായിന്, അത് ഒരിക്കലും കേറൂല, അങ്ങനെ വെള്ളത്തിൽ കിടക്കും. ഇത് പോത്ത് കിടക്കുന്ന മാതിരി അനങ്ങാതെ കിടക്കുമെന്നല്ല ചെയ്യാം. അവിടെ തേച്ച് ഇവിടെ തേച്ച്, അവിടെ വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കി, വൃത്തിയായിട്ടില്ല എന്ന് തോന്നി. അങ്ങനെയുള്ള ഒരു ഭയങ്കര പൊല്ലാപ്പ് തന്നെയാണ് ഈ മേഖല. ഒരു ഭയങ്കര പൊല്ലാപ്പ് തന്നെ. അത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അതിന്റെ കഷ്ടപ്പാടറിയുള്ളൂ. കാണുന്നവർക്ക് കുറെയൊക്കെ തിരിയും. അല്ലേ? ഒരു ഹൗസിൽ വന്നിക്കാണെങ്കിൽ, പള്ളിയിൽ വന്നിക്കാണെങ്കിൽ ഇവർ നോക്കുന്നത് കാതലാണ്. ഹൗസിന്റെ കാതൽ ഇവർ തപ്പും. കാല് ഹൗസിലേക്ക് ഇറക്കി വെച്ചിട്ട് കഴിയുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. കാല് ഹൗസിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ കഴുകുന്ന ടീമിനെ വരെ കണ്ടിട്ടുണ്ട്. അവര് വൃത്തിയാവണം എന്നുള്ള ഉദ്ദേശമൊക്കെ നല്ലതാണ്. ഉദ്ദേശമൊക്കെ നല്ലതാണ്. വസ്വാസുകാരുടെ ഉദ്ദേശമൊക്കെ നല്ലത് തന്നെയാണ്, മോശപ്പെട്ട ഉദ്ദേശമൊന്നല്ല. ഉദ്ദേശമൊക്കെ നല്ലത് തന്നെയാണ്, വൃത്തിയാവണം എന്നുള്ള ഉദ്ദേശമൊക്കെ തന്നെ. പക്ഷെ അവർ ചെയ്യുന്നത് എന്താ? എന്റെ അടുത്ത് വസ്വാസിന്റെ ആൾക്കാർ കൗൺസിലിങ്ങിന് വന്നാൽ ഞാനത് പറയും, നിങ്ങളെ സുന്നിയൊന്നല്ല, നല്ല മുജാഹിദാണ്, പുത്തൻവാദിയാണ് നിങ്ങൾ. ഒരു സംശയമില്ല എനിക്ക്. കാരണം എന്താ? നമ്മളെ മഹാന്മാരാരും ചെയ്യാത്തൊരു കാര്യം, നല്ല ഉദ്ദേശമൊക്കെയാണ് നിങ്ങൾക്കുള്ളത്, മഹാന്മാരൊന്നും ചെയ്യാത്ത ഒരു കാര്യം, ഉസ്താദുമാര് മാതൃക കാണിച്ചു തരാത്തൊരു കാര്യമാണ് ഇത്. എന്ത്? ധാരാളം വെള്ളം ചെലവാക്കി ഒരുപാട് തവണ കഴുകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ദീനിൽ കൂട്ടിച്ചേർക്കുന്ന ആളാണ്. പുതിയ കാര്യങ്ങൾ ദീനിൽ മാതൃകയില്ലാത്ത, മുൻഗാമികൾ കാണിച്ചു തരാത്ത കാര്യങ്ങൾ ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു പുത്തൻവാദിയാണ് എന്ന് ഞാൻ ഈ വസ്വാസിന്റെ ആൾക്കാരോട് പറയാറുണ്ട്. ശബ്ദം കേൾക്കുന്നില്ലേ? ഹലോ? വസ്വാസ് ആർക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആരും പൂവൊന്നടിക്കാത്തത്. അല്ലേ? വസ്വാസ് ഇല്ലാതിരിക്കട്ടെ, വസ്വാസ് ഇല്ലാതിരിക്കട്ടെ. അയാൾ കൊടുക്കാണ്, അയാൾ വലിയ പ്രശ്നമാണ്. അല്ലേ? അയാൾ ഭയങ്കര പ്രശ്നമാണ്. പിന്നാണെങ്കിൽ ഇവർക്ക് നല്ല കാര്യത്തിലൊന്നും വസ്വാസം ഉണ്ടാവുകയില്ല. ഈ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു വസ്വാസം ഉണ്ടായി കിട്ടിയില്ലെങ്കിൽ നല്ല സുഖയിനി. അല്ലേ? സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു വസ്വാസം ഉണ്ടായി കിട്ടിയില്ലെങ്കിൽ നല്ല സുഖയിനി, നാട്ടുകാർക്ക് സുഖയിനി. അതൊട്ടുണ്ടാവുകയില്ല. അല്ലേ? സദക്ക കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലേ? അപ്പൊ KS അദ്നാൻ സാഹിബിനൊരു വസ്വാസ്, ഇതില് സദക്ക കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വസ്വാസ് തന്നാൽ നാട്ടുകാർക്ക് സുഖയിനി. അല്ലേ? അയൽവാസികൾക്കും വാങ്ങുന്നവർക്കൊക്കെ നല്ല സുഖമാണ്, ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടും. അതിലൊന്നും വസ്വാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇതിലാണ് അധികവും വസ്വാസം ഉണ്ടാല്. അധിക വസ്വാസം ഉണ്ടാല് നെയ്യത്തിലാണ്. നെയ്യത്തിലാണ് അധികവും വസ്വാസം ഉണ്ടാകാറ്. അല്ലേ? നെയ്യത്തിലാണ് പല ആൾക്കാർക്കും. നെയ്യത്ത് വെക്കുന്ന സമയത്ത് മനസ്സ് ഇങ്ങനെ ഉറച്ചു നിന്നോ എന്നാണ് ഒരു സംശയം. നീയത്ത് വെക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നോ എന്ന് സംശയമുള്ള ആൾക്കാർ. എന്നിട്ട് നീയത്ത് വെച്ച് പിന്നെ ഒതു തുടങ്ങി, പിന്നെ മുഖം കഴുകി, പിന്നെ നെയ്യത്തൊട്ട് തുടങ്ങി, പിന്നെയും മുഖം കഴുകി, കൈ കഴുകി, ഇങ്ങനെ ബേക്കോട്ടാവുക. മുന്നോട്ട് പോകും, വണ്ടി മുന്നോട്ട് പോകും, റിവേഴ്സ് പോകും. മുന്നോട്ട് ലേശം പോയി അത്ര തന്നെ ദൂരം പിന്നെയും റിവേഴ്സ് പോകും. നമ്മളിപ്പോ ഒരു കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ
യാത്ര തുടങ്ങുകയാണ്. നമ്മൾ വണ്ടി മേശം മുന്നോട്ടെടുത്ത് 10 മീറ്റർ മുന്നോട്ടെടുത്ത് ബാക്കോട്ടെടുത്ത് പിന്നെ മുന്നോട്ട് പിന്നെ ബാക്കോട്ട് പിന്നെ മുന്നോട്ട് പിന്നെ ബാക്കോട്ട്. ഇതാണ് വസ്വാസികളുടെ സ്ഥിതി. ഇതാണ് വസ്വാസികളുടെ സ്ഥിതി. ബാക്കോട്ട് മുന്നോട്ട് മുന്നോട്ട് ബാക്കോട്ട് ഇങ്ങനെ കളിക്കും. അവർക്ക് യാത്ര തുടരാൻ സാധിക്കില്ല. എന്നിട്ടെല്ലാം കൂടി നിസ്കാരത്തിനെല്ലാം കൂടി കൈകെട്ടുന്നത് കാണണം. ഭയങ്കര അധ്വാന, അതികഠിനമായ ഒരു അധ്വാനത്തിന് ശേഷം ലാസ്റ്റ് ഒറ്റക്കെട്ട് ഒറ്റക്കെട്ട്. അതിന്റെ ഇടയിൽ വല്ല മൃഗങ്ങളൊക്കെ പെട്ട് കാണുക ചത്തു. അമ്മ അതിലൊരു മരണക്കെട്ടാണ്. നിസ്കാരത്തിന് ഞാൻ ഹലാലാക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഹലാക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കെട്ടാണ്. അപ്പൊ എന്തൊരു കഷ്ടപ്പാടെന്നറിയാം. അല്ലെ, 10 കിലോ എന്നല്ല 100 കിലോ എടുക്കുന്ന അധ്വാനമാണ്. സത്യത്തിൽ ഇത് ഒരു മാനസിക രോഗമാണ്. മാനസിക രോഗം തന്നെയാണ് ഈ വസ്വാസ് എന്ന് പറയുന്നത്. ഞാൻ അറിയുന്നൊരു ഡോക്ടറുണ്ട്, ഒരു ആശുപത്രി നടത്തുന്ന ഡോക്ടറാണ്. ഡോക്ടർക്ക് വസ്വാസുകാരെ അഡ്മിറ്റ് ചെയ്യാൻ പേടിയാ. അവരെ അഡ്മിറ്റ് ചെയ്യാൻ പേടിയാ. ഈ വസ്വാസുകാരെ അഡ്മിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ വെള്ളത്തിന് യാതൊരു തലയും വാലും ഉണ്ടാവില്ല. വെള്ളം തിന്നങ്ങോട്ട് തീർന്നു പോകും അല്ലേ. അപ്പൊ അത് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാൻ പേടിയാന്നാണ്. വസ്വാസുകാരെ അഡ്മിറ്റ് ചെയ്യാൻ ഭയങ്കര പേടിയുണ്ട്. അപ്പൊ ഇത് വലിയ ഒരു വിഷമമാണ്. എവിടെയും ഒരു വിഷമമാണ്. നല്ല ശുദ്ധജലം നമ്മളൊക്കെ വീടുകളിലാണെങ്കിൽ നമ്മൾ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം അല്ലെ, കിണറ്റിലെ വെള്ളം ഒരു വസ്വാസ രോഗി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ അള്ളാഹുവിന്റെ നിയമത്തായ അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമായി ഒരുപാട് ആൾക്കാർ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൾഫിലൊക്കെ കുപ്പിയിൽ പൈസ കൊടുത്ത് വാങ്ങലല്ലേ നിങ്ങൾ കുടിവെള്ളം. ആ കുടിവെള്ളം നാട്ടിലൊരു വസ്വാസുകാരൻ നശിപ്പിച്ചു കളയാണ്. എന്തിന്? അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നശിപ്പിച്ചു കളയുകയാണ്. അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസം തന്നെ തെറ്റാണ്. അതൊരു മാനസിക രോഗമാണ്. മാനസിക രോഗമാണ് അത്. ചില വസ്വാസത്തെ ചെറിയ വസ്വാസമൊക്കെ അടി കിട്ടിയാൽ മാറും. ചെറിയ വസ്വാസമൊക്കെ ചിലപ്പോൾ അടി കിട്ടിയാലൊക്കെ മാറും. എല്ലാ വസ്വാസും അടികൊണ്ട് മാറില്ല. ഉസ്താദുമാരെ സമീപിക്കുന്നതും മന്ത്രിപ്പിക്കുന്നതും ഒക്കെ നല്ല ചികിത്സയാണ്. അതൊക്കെ നല്ല നല്ല ചികിത്സ തന്നെയാണ്. ഞങ്ങൾ ചെയ്യാറ്, കൗൺസിലേഴ്സ് ചെയ്യാറ്, അവരെ കൗൺസിലിംഗ് നടത്തി അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് ഹോമിയോപ്പതി മരുന്നുകൾ, ഞാൻ ഹോമിയോപ്പതി ഡോക്ടറും കൂടിയാണ്, കൗൺസിലർ പ്ലസ് ഹോമിയോപ്പതി മെഡിസിൻ ഡോക്ടറും കൂടിയാണ്. അപ്പൊ ഹോമിയോപ്പതി മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് കഷ്ടപ്പാടാണ് സംഗതി മാറാൻ. കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് സംഗതി മാറാൻ. അപ്പോ വസ്വാസുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവർ കുടുംബ ബന്ധത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളയും ചില വസ്വാസുകാർ. കാരണം അവർക്ക് യാതൊരു തൃപ്തി ഉണ്ടാവില്ല, സന്തോഷം തൃപ്തിയൊന്നും ഉണ്ടാവില്ല. ഒന്നും ഒരു ശരിയായി തോന്നൂല. എന്താണ് പൂർണ്ണമായി മാറും? പൂർണ്ണമായി മാറും. വസ്വാസൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതാണ്. മാറാത്ത ഒരു സംഗതി ഒന്നല്ല, പൂർണ്ണമായി മാറുന്ന സംഗതി തന്നെ. പക്ഷെ പ്രായം ഒരു ഘടകമാണ്. 60 വയസ്സായ ആൾക്കാരുടെ മൂത്താപ്പന്റെ വസ്വാസം ചിലപ്പം പൂർണ്ണമായി മാറി എന്ന് വരില്ല. ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു വസ്വാസമൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് ശീലിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ അങ്ങോട്ട് ശീലിച്ചു പോയി കൊല്ലങ്ങളായി 60 വയസ്സ് 65-70 വയസ്സ് കഴിക്കുകയാണെങ്കിൽ അത് പിന്നെ മാറാൻ ബുദ്ധിമുട്ടാണ്. നാട്ടുകാർ സഹിക്കല്ലാണ്ട് ഒരു രക്ഷയില്ല. നാട്ടുകാർ സഹിക്കല്ലാണ്ട് ഒരു രക്ഷയില്ല. ഒരു 1-2-3 വസ്വാസുകാർ പള്ളിയിലൊരു ജമാഅത്തിനുണ്ടെങ്കിൽ എന്താ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ഒരു ജുമുഅക്ക് 4 വസ്വാസുകാർ 4 മൂലയെന്ന് അല്ലേ? ചിലപ്പോ ഇതേ പള്ളി കയറിക്കുകയാണെങ്കിൽ ഉണ്ടാവും ഒരുപാട് ആൾക്കാരുടെ നിസ്കാരം അതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിയാ. അല്ലേ? ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതിയാണിത്. 4 വസ്വാസുകാർ പള്ളിന്റെ പിന്നെ 4 ഭാഗത്തുനിന്ന് അല്ലാഹു അക്ബർ അങ്ങോട്ട് തുടങ്ങിക്കുകയാണെങ്കിൽ അല്ലേ? അല്ലാഹു അക്ബർ അങ്ങോട്ട് തുടങ്ങിക്കുകയാണ്. ഇതൊരു തരം ധൂമ്പ് തന്നെ. ഇതൊരു തരം ധൂമ്പ് തന്നെയാണ് വസ്വാസം എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ അത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കാണണം. സാമൂഹിക പ്രശ്നമായിട്ട് കാണണം. ഭീഷ്മി 10 പ്രാവശ്യം ഭീഷ്മി 10 പ്രാവശ്യം പിന്നെ പലതും അങ്ങനെ നെയ്യത്ത് പറയാൻ വട്ടം, മുഖം കഴുകല് 100 വട്ടം, അതൊക്കെയാണ് പരിപാടി. അപ്പോ വസ്വാസം ഒഴിവാകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യവും വളരെ തെറ്റുകൂടാതെ നമ്മൾ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് 100% തെറ്റുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ പാകപ്പേടുകൾ പറ്റും. നമ്മൾ അതിനുശേഷം ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ടല്ലോ. വുദൂവിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ടല്ലോ. അപ്പൊ അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും എന്ന് നമ്മൾ കരുതണം. ചെറിയ തെറ്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന് കരുതണം. പാരമ്പര്യമായിട്ട് കിട്ടും. അത് ഞാൻ പറയാം. പാരമ്പര്യം വാപ്പൻ്റെത് കണ്ടിട്ട് മക്കൾ പഠിക്കും. ഉസ്താദുമാര് വസ്വാസം ഉണ്ടെങ്കിൽ അത് കുട്ടികൾ പഠിക്കും. ഭയങ്കര ഒരു പ്രശ്നമാണ്. ബാപ്പ അങ്ങനെ ടാപ്പിന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പല ആക്ഷനിൽ ഇങ്ങനെ തിരിക്കുക, വസ്വാസം ഉണ്ടായിട്ടേ പല ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട്. വാപ്പന്റെ കൈ ഇങ്ങനെ ഡാൻസാ. ടൈപ്പിന്റെ വാഷ് ബേസിന്റെ മുന്നിൽ നിന്ന് വാപ്പന്റെ ഡാൻസ് കണ്ട കുട്ടിയാ. ഇത് നല്ല പരിപാടിയാണല്ലോ. എന്റെ ഉപ്പന്റെ പരിപാടി നല്ല സൂപ്പർ പരിപാടിയാ. നല്ല സൂപ്പർ പരിപാടിയാണല്ലോ എന്റെ ഉപ്പന്റെ പരിപാടി എന്ന് കരുതി ഈ കുട്ടി ഇത് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോ ഭാര്യയും ചെയ്യും. ഭാര്യക്ക് ഇത് നല്ല നല്ല മതബോധം ഉണ്ടായിട്ട് നല്ല സ്നേഹിക്കുന്ന എന്റെ ഭർത്താവല്ല ഇത് ചെയ്യുന്നത് എന്ന് കരുതി ഇത് നിൽക്കുന്ന ആൾക്കാരൊക്കെ കോപ്പി അടിക്കാൻ തുടങ്ങും. പൊതുവെ കുട്ടികൾ എന്താ ചെയ്യാൻ വെച്ചിട്ടാണെങ്കിൽ വാപ്പ ഇമ്മ എന്താണ് കാണിക്കുന്നത് അത് കുട്ടികൾ കോപ്പി എടുക്കും. വാപ്പ ഇമ്മ എന്താണ് കാണിക്കുന്നത് അത് കുട്ടികൾ കോപ്പി എടുക്കും. എന്റെ നാട്ടിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഭർത്താവ് വസ്വാസ, ഭർത്താവിന് ഭയങ്കര വസ്വാസ. രണ്ടുപേർക്കും കൂടി കുറച്ച് പ്രായമായി ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകാൻ സമയമായി. ഭാര്യ പറഞ്ഞു, ഇങ്ങളെ കൂടെ ഹജ്ജിന് ഞാനില്ല, ഇങ്ങളെ കൂടെ ഹജ്ജിന് ഞാനില്ല, ഹജ്ജിന് എനിക്ക് പോകണം, നിങ്ങൾ വേറെ പോയിക്കോളി, ഞാൻ വേറെ പോയിക്കോളാം എന്ന് കരുതി അവിടെ കുടുംബ പ്രശ്നമായി എന്നാണ് പറയുന്നത്. കുടുംബ പ്രശ്നമായി, എന്നും കച്ചറയും പ്രശ്നങ്ങളൊക്കെ ആയി. ലാസ്റ്റ് ഭാര്യ അതിന്റെ ആങ്ങളന്റെ കൂടെ പോയി. കാരണം മൂപ്പത്തിയാർക്ക് വിവരമുണ്ട്, ഹജ്ജിന് ഇയാളെ കൂടെ പോയിക്കുകയാണെങ്കിൽ ഹജ്ജ് മുഴുവനാവില്ലാന്നറിയാം. അല്ലേ? ഹജ്ജ് മുഴുവനാവില്ലാന്നറിയാം. ഇയാൾക്ക് ബാത്റൂമിൽ 2 മണിക്കൂർ, ഉള്ളെടുക്കുന്നതിന് 2 മണിക്കൂർ, എല്ലാം കൂടി ആയിട്ട് ഒരുക്കങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നഷ്ടപ്പെടും. ഒരുപാട് സമയം. അല്ലേ? അപ്പോ കൂടില്ലാത്ത രീതിയിൽ സമയം നഷ്ടപ്പെട്ടു പോകും. ഒരു പ്രതിഫലം ഇല്ലാത്ത രീതിയിൽ കാര്യം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്ത്, ഭാര്യ ആങ്ങളുടെ കൂടെ പോയി. അപ്പൊ ഇതൊക്കെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ. വസ്വാസം എന്ന് പറയുന്നത് കുടുംബത്തിലും നാട്ടിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ വസ്വാസത്തിൽ നിന്ന് ഒഴിവാകാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു പെർഫെക്ഷൻ, എല്ലാ കാര്യവും ഉഷാറായി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. നമുക്ക് ചെറിയ പാകപ്പേടൊക്കെ പറ്റും. ഉതെടുക്കുന്ന സമയത്ത് നിയ്യത്തിൽ പൂർണ്ണമായി മനസ്സ് ഉറപ്പിച്ചു നിർത്താനൊന്നും പറ്റൂല. പറ്റൂല. പിന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ. ഒരു കാരണവശാലും നമ്മൾ ഉതെടുക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധക്കുറവുണ്ടാക്കുന്ന കാര്യമാണ്. ഭാവിയിൽ ചിലപ്പോൾ വസ്വാസം ഉണ്ടാക്കുന്ന ആളായിട്ട് മാറും. ഉതെടുക്കുമ്പോൾ ഒരിക്കലും സംസാരിക്കരുത്. കാരണം ഉതെടുക്കുന്ന സമയത്ത് ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതലായിട്ട് ഓക്സിജൻ ചെന്നെത്തുന്നു. കൂടുതലായിട്ട് ഓക്സിജൻ വരുന്നു. നമ്മുടെ ശ്വസന പ്രക്രിയയിൽ മാറ്റം വരുന്നു. ബയോളജിക്കലായ നിരവധി മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ ചിന്തകളിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉതെടുക്കുന്ന സമയത്ത് ശാസ്ത്രീയമായിട്ട് തന്നെ സംസാരിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. ഉതെടുക്കും സംസാരിക്കാനേ പാടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീരുമാനിക്കണം, ഇനി മുതൽ ഉതെടുക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. അല്ലെ? അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഉതെടുക്കാം. സംസാരം വേറെ ബിസിനസ് ഒന്നും വേണ്ട. ഉദുവിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്ത് ഉദു കൊണ്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോ ഉദു ശരിയായില്ലാന്ന് തോന്നുക, ഉദു എടുത്തതിന്റെ ശേഷം നിയ്യത്ത് ശരിയായില്ലാന്ന് തോന്നുക, തൽക്കുന്നവർക്ക് ചെയ്ത കാര്യം രണ്ടാമത് ചെയ്യാൻ പാടില്ല. ബാക്കോട്ട് ചിന്തിക്കാനേ പാടില്ല. ബാക്കോട്ട് ചിന്തിച്ചാൽ അത് വസ്വാസിലേക്ക് എത്തി. ബാക്കോട്ടുള്ള 2 റിവേഴ്സ് എടുത്താൽ അത് നമ്മളെ പലപ്പോഴും വസ്വാസിലേക്ക് എത്തിക്കും. അതിന്റെ ഇടയിൽ ഒരാള് ഒരു ചെറിയ ഒരു PM ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര എന്തോ ഒരു പ്രശ്നമാണ്. LDC പരീക്ഷ എഴുതുന്ന ആളാണ്. എനിക്ക് ഓർമ്മ ശക്തി വളരെ കുറവാണ്. അതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു പരാതി. അല്ല, LDC ക്ലിയർക്ക് ആണെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ പാസ്സാവണ്ടേ? അല്ലേ? 10ാം ക്ലാസ് ഒക്കെ പാസ്സാകണ്ടേ? എന്നാലല്ലേ LDC ക്ലർക്ക് എഴുതാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ് പാസ്സാവാതെ ആർക്ക് LDC ക്ലർക്ക് എഴുതാനൊന്നും പറ്റില്ല.
10ാം ക്ലാസ്സും +2 ഡിഗ്രിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടാകും. അതൊക്കെ ഓർമ്മശക്തി ഇല്ലാത്ത ഒരാൾക്ക് നടക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഓർമ്മശക്തി ഇല്ലാത്ത ഒരാൾക്ക് നടക്കുന്ന കാര്യമാണ് 10ാം ക്ലാസ് പാസ്സാവലും LDC ക്ലർക്കിന് പിന്നെ എഴുതാനുള്ള യോഗ്യതയിലേക്ക് എത്തലൊന്നും ഒരു ഓർമ്മശക്തി ഇല്ലാത്ത ആളുടെ അവസ്ഥയല്ല. നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ട്, ഓർമ്മശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്ന് ഫോക്കസ് ചെയ്യാം. ഒരു സഹോദരിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി അതിന് മറുപടി പറയുന്നത്. അപ്പൊ നമ്മൾ സഹായിക്കണമല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യണമല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാം. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ മനസ്സുറപ്പിച്ച് നിർത്താം. പിന്നെ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടി ഞാനൊരു ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. സലാത്ത് ചെല്ലുക. സലാത്ത് ചെല്ലുമ്പോൾ കൗണ്ടറും പാടില്ല, തസ്ബീഹ്മാലയും പാടില്ല. എന്നിട്ട് എല്ലാ ദിവസവും ഒരു 99 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഓർമ്മ വെച്ചുകൊണ്ട്, മനസ്സിൽ കൗണ്ടർ മനസ്സ് അങ്ങനെ ചെല്ലുക. എന്നിട്ട് എണ്ണം തെറ്റിയാൽ തൽക്കം തുടങ്ങും. ഇനി 99 വെച്ചിട്ട് നിങ്ങൾക്ക് സ്വീപ്പാവും. അത് വേണ്ട, 99 വേണ്ട, നമുക്കൊരു 33 ആക്കാം. സഹോദരി, ഒരു 33 സലാത്ത് എല്ലാ ദിവസവും ചെല്ലുക. കൗണ്ടർ ഉപയോഗിക്കാൻ പാടില്ല, വിരൽ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിൽ എണ്ണിക്കൊണ്ട്, മനസ്സ് പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പോൾ ഓർമ്മശക്തി കൂടും. രാവിലെ എണീക്കുന്നത് ഓർമ്മശക്തി കൂടാനുള്ള നല്ല വഴിയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എല്ലാവരും ക്ഷമിക്കണം. പെട്ടെന്നൊരു സഹോദരി PM അടിച്ചുകൊണ്ട് ഞാൻ PM-ലേക്ക് പോയതാണ്. പേരൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ സഹോദരിമാർക്കൊക്കെ ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് PM അടിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് മൈക്കെടുക്കാനുള്ള ഇവിടെ നമ്മുടെ റൂമിൽ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങളത് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മിക്കുന്നു. നല്ല ഓർമ്മശക്തി ഉണ്ടായിക്കോളും. പിന്നെ ഷർട്ടിന്റെ ബട്ടനൊക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് ഏത് കാലാണ് ഏത് കൈയാണ് ആദ്യം ഇടുന്നത് എന്നൊക്കെ ചിന്തിക്കണം. ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. ചിന്തിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഓർമ്മശക്തി നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അടുത്ത നമ്മുടെ വിഷയം, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്തായിരുന്നു പറഞ്ഞത്, അതിലേക്ക് തന്നെ പോവാം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് പോവാം. വിഷയം മറന്നു ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞിരുന്ന വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ശരി, ശ്രദ്ധിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. വസ്വാസാണ്. വസ്വാസ് വേറൊരു തരത്തിലുള്ള വസ്വാസം കൂടി ഉണ്ട്. നടന്നിട്ടില്ല. രണ്ട് തരത്തിലുള്ള വസ്വാസം കിട്ടും. വേറൊരു വസ്വാസം കൂടി ഉണ്ട്, OCPD. OCD ഉണ്ട്. മറ്റേ പേരെന്താ കറക്റ്റും കൂടി കിട്ടുന്നില്ലല്ലോ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പറഞ്ഞു. അതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന വസ്വാസ്. ഇത് നമ്മളിപ്പോ പറഞ്ഞ ഒരു നിയ്യത്തില് കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വസ്വാസാണ്. വേറൊരു വസ്വാസ് പറയുന്നത് ഒരുക്കം വളരെ കൂടുതൽ, OCPD ആണ്. വസ്വാസ്, മറ്റൊരു വസ്വാസ് അത് ഒരു കാര്യത്തിന് അങ്ങോട്ട് ഒരുങ്ങുകയാണെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരുങ്ങാത്ത ഭയങ്കര ഒരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലാസ് ഉണ്ടാവില്ല. ഡയലക്സിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരുങ്ങുക, ഒരുക്കം ഗംഭീരം, ക്ലാസ് ഇല്ല. അല്ലേ? എന്നിട്ട് ഒരുക്കം ഭയങ്കരമായിട്ടുണ്ടാവും, ഒരു സാധനം ഉണ്ടാവില്ല. അത് ഭയങ്കര സ്വീപ്പുള്ള വിശ്വാസമാണ്. സാധനം ഒരു കാര്യവും നടക്കൂല. ഒരാള് പെണ്ണെട്ടാൻ ഒരുങ്ങുക, ഭയങ്കര ഒരുക്കം, അറ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ? അറ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പെണ്ണിനെ നോക്കാനായിട്ട് പോവില്ല, ഒരുങ്ങി തീരൂല. ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകാനുണ്ടെങ്കിൽ ഒരുക്കം, ഫുള്ള് ഒരുക്കം തന്നെ. അപ്പൊ അത് വേറെ തരം വസ്വാസം തന്നെ. അത് ആർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അമിതമായ പ്രിപ്പറേഷൻ. പിന്നെ ചിലരൊക്കെ ഒരു കാര്യത്തിന് ഒരുങ്ങി പുറപ്പെടുമ്പോഴാണ് കക്കൂസിലേക്ക് ഒരോട്ടം കക്കൂസിലേക്ക്. എന്നാൽ ഒന്ന് പോയാലേ മുഖർക്ക് ശരിയാവുള്ളൂ. അതും ഇതിന്റെ ഒരു സംഗതി തന്നെയാണ്. പ്രിപ്പറേഷന്റെ ഒരു വസ്വാസപ്പെട്ട തന്നെ. അത് അവസാന നിമിഷം ഒന്ന് കക്കൂസ് പോവാം, എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയതിന് ശേഷം. അതൊക്കെ വസ്വാസിന്റെ ഭാഗം തന്നെയാണ് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അതൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഒന്നും ആർക്കും ഇല്ലാത്തൊരു സംഗതി ഒന്നുമല്ല. ഇതൊക്കെ കുറെയൊക്കെ കണ്ടുവരുന്നതാണ്. പിന്നെ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത്
ചെറിയൊരു ഒരു പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, വലിയ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂവിന് പോവുക, അപ്പൊ ഒന്ന് ബാത്റൂമിൽ പോകണം തോന്നലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഏത് കാര്യത്തിന് ഒരുങ്ങി പുറപ്പെടുമ്പോഴും ബാത്റൂമിലേക്ക് പോകണം എന്ന് തോന്നുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, കൂടുതലൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ക്ലാസ് റൂമിലെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ബാത്റൂമിലുമായിട്ട് ബന്ധപ്പെട്ട 3 ദിക്റും അറിയും. ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ട 3 ദിക്റും അറിയും. കടക്കുമ്പോഴും വൃത്തിയാക്കുമ്പോഴും പോരുമ്പോഴും. ഇത് അറിഞ്ഞിടാത്തവർക്ക് ബാത്റൂമിന് വസ്വാസ് പിടിപെടാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഞാൻ അറിയാവുന്ന ബാത്റൂം വസ്വാസുകാർക്ക് പലർക്കും ഈ സംഗതി അറിഞ്ഞുകൂടാ, ഈ 3 ദിക്ർ അറിഞ്ഞുകൂടാ. ഇത് അറിയാറല്ലേ? എല്ലാവർക്കും അറിയാം. ഉസ്താദുമാരോട് പിന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കല്, ഉസ്താദുമാരോടല്ല ഞാൻ ഈ ചോദ്യം ചോദിച്ചത്, സാധാരണക്കാരോടാണ്. എന്റെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ഞാനിത് പണ്ട് ചോദിച്ചിട്ട് പല അറിഞ്ഞുകൂടാത്തവരും ഉണ്ടാവാറുണ്ട്. അറിഞ്ഞുകൂടാത്തവർ ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് എത്രയും പെട്ടെന്ന് അത് പഠിക്കണം. കൈവെക്കണം എന്നല്ലേ, അറിയാവുന്നവർ കൈവെക്കണം എന്നാ പറയുന്നത്. അങ്ങനെ ആരെയും വഷളാക്കണ്ട, അങ്ങനെ ആരെയും വഷളാക്കണ്ട. അത് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാ, ആ ഒരു അറിഞ്ഞുകൂടാത്തൊരു മനുഷ്യനും ഒരു മൃഗവും തമ്മിൽ സാധാരണ ഇതെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, ശൗച്യം എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു ഒരു മൃഗത്തിന്റെയും മനുഷ്യനെയും തമ്മിൽ സാധാരണ അടിച്ചു വരുന്നുണ്ട്. അവിടെ പിന്നെ അറിയാവുന്നൊരു റൂമിൽ അങ്ങോട്ട് പിന്നെ അടിച്ചു തരും. അത് കയറുമ്പോഴത് അവിടെ അടിച്ചു. 3 കാര്യങ്ങൾ ആരെങ്കിലും അടിച്ചു കൊടുത്താൽ നന്നായി, അറിഞ്ഞുകൂടാത്തൊരു ഉപകാരമാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മറന്നു പോകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കാതെ അത് ചെയ്യാനുള്ള നമ്മൾ ആലോചിക്കണം. നമ്മളൊരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ആടടിച്ചു, രണ്ടാമത്തെ അവിടെ അടിച്ചു. അത് 3 കൂടി ഒരുമിച്ചൊന്ന് അടിച്ചെടുത്താൽ, ആരെങ്കിലും അടിച്ചെടുത്താൽ നന്നായി. 1, 2, 3 അടിച്ചു കൊടുത്താൽ, വൃത്തിയായിട്ട് അടിച്ചെടുത്താൽ, ഒറ്റ ടൈപ്പിൽ തന്നെ അടിച്ചെടുത്താൽ, പബ്ലിക്കിൽ അടിച്ചെടുത്താൽ വളരെ നന്നായി വൃത്തിയായി. കയറുമ്പോഴതും വൃത്തിയാക്കി കഴിയുമ്പോഴതും പോരുമ്പോഴതും ആ ക്രമത്തിൽ കയറുമ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പോരുമ്പോൾ ആ ക്രമത്തിൽ 1, 2, 3 നമ്പറിട്ട് അടിച്ചെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് ബാത്റൂമിൽ അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ വസ്വാസം അധികം ഉണ്ടാവാറില്ല. എന്റെ അടുത്ത് വരുന്ന ബാത്റൂം വസ്വാസിന്റെ കുറെ ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോ അറിഞ്ഞൂടാ, ആട്ടാട് പോവും, ഇങ്ങോട്ട് പോരും എന്നാ പറയല്. അപ്പൊ അങ്ങനെ പോയാൽ പലപ്പോഴും അത് വസ്വാസിലേക്ക് എത്തിക്കുകയും ചെയ്യും. വസ്വാസിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരാള് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ആളൊന്ന് വിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതിന് ശേഷം തുടരാം, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഒരാൾ ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. 3 വരാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിപ്പോയത്. അതെല്ലാം നടക്കണല്ലോ. അപ്പൊ നമ്മൾ എവിടെ എത്തിയത്? എവിടെയായിരുന്നു നമ്മൾ എത്തിയിരുന്നത്? OCPD അല്ലെ, ഒബ്സസീവ് കമ്പൾസീവ് പ്രിപ്പറേഷൻ ഡിസോർഡർ. അതാണ് OCPD എന്ന് പറഞ്ഞ കേട്ടോ. OCPD, OCD ഉണ്ട്, OCPD, ഒബ്സസീവ് കമ്പൾസീവ് പ്രിപ്പറേഷൻ ഡിസോർഡർ. ബാത്റൂമിലാണ് നമ്മൾ എത്തിയില്ലേ, അവിടെ കുടുങ്ങി കിടന്നാൻ പറ്റില്ല. ബാത്റൂം കൊണ്ട് എണീച്ച് പോരാ, ബാത്റൂം കുടുങ്ങി കിടന്നാൻ പറ്റില്ല. അപ്പൊ ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റൊക്കെ ചെല്ലി അങ്ങോട്ട് കയറുക. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബാത്റൂമിൽ പോകുന്നത്, കാഷ്ടിക്കുന്നത്, ഇതൊക്കെ എല്ലാ ജീവികളും ചെയ്യുന്നതാണ്. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാവേണ്ടതുണ്ട്. ആ വ്യത്യസ്തത നമ്മൾ ആ കാര്യത്തിലും പുലർത്തണം. ഞാൻ പണ്ടൊരിക്കലൂടെ ഒരാളോടെ കുറച്ച് നല്ല മതപരമായിട്ട് വിവരമൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് പിന്നെ ഇത് ചോദിച്ച്, ശേഷം വസ്വാസുണ്ട് മൂപ്പർക്ക്, ശേഷം വസ്വാസുണ്ട്. അപ്പൊ ബാത്റൂമിൽ ദിക്കർ ചെയ്യുമെന്ന് വെച്ച് ചെല്ലാൻ പറ. അങ്ങനെ മൂപ്പര് ചെല്ലുന്നത് എന്താണെന്നറിയോ? മൂപ്പര് ചെല്ലിയത് വേറൊരു ദിക്റാണ്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന എന്ന് തുടങ്ങിയ ദിക്റാണ് മൂപ്പര് ചെല്ലിയത്. ശബ്ദം കേൾക്കുന്നില്ലേ? ജന്നിബിന ശൈത്താനാണ് മൂപ്പര് ചെല്ലിയത്. അങ്ങനെ അതും ചെല്ലുന്ന ആരും ബാത്റൂമിൽ ചെല്ലേണ്ട, ഇന്ന സ്ഥലത്ത് ഇന്നുണ്ടല്ലോ, അത് ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലിയാലേ അതിന് പ്രതിഫലം കിട്ടുള്ളൂ.
അപ്പൊ അങ്ങനെയുള്ള ടീം വരെ ഉണ്ട്. സുന്നത്തൊക്കെ തന്നെയാണ്, പക്ഷെ അത് ബാത്റൂമിൽ ചെല്ലിട്ട് കാര്യമില്ലല്ലോ. അതിന് വേറെ സ്ഥലല്ലേ. സ്ഥലം മാറിപ്പോയാ അത് തന്നെ. അപ്പോ അങ്ങനെ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്നത് എന്ന രീതിയിലൊക്കെ ചൊല്ലി കാര്യങ്ങൾ മുറ പോലെ ചെയ്താൽ വസ്വാസ് വരാനുള്ള സാധ്യത കുറയും. ഉള്ളെടുക്കുന്ന സമയത്ത് ഔദും ബിസ്മിയൊക്കെ ചൊല്ലി നല്ല മനസാന്നിധ്യത്തോട് കൂടി ഉള്ളെടുക്കുക. അപ്പൊ വസ്വാസൊക്കെ കുറയും. പിന്നെ മിക്കവാറും വസ്വാസ് എന്ന് പറയുന്നത്, ഞാൻ വസ്വാസ് കണ്ടുവരുന്നത് ഒരു മഹലിൽ 2-3 ആൾക്കാർക്ക് വസ്വാസം ഉണ്ടാവും, ഒരു 3-4 വസ്വാസ് കമ്പനി ഉണ്ടാവും. ഇതിലൊരു മൂത്താപ്പ് ഉണ്ടാവും. ആ പ്രദേശത്ത് ഒരു വസ്വാസ് മൂത്താപ്പ് ഉണ്ടാവും. ആ മൂത്താപ്പയിൽ നിന്നാണ് ഇത് മറ്റുള്ളവർ കണ്ടുപിടിച്ചത്. പല സ്ഥലത്തും അങ്ങനെയാണ് കണ്ടുവരുന്നത്. ആ വസ്വാസ് മൂത്താപ്പനെ ആദ്യം ശരിയാക്കണം, അല്ലേ? ആ വസ്വാസ് മൂത്താപ്പനെ ശരിയാക്കിയാൽ മാത്രമേ ആ നാട്ടിലെ ഇദ്ദേഹത്തിന് പിന്തുടരുന്ന, ഇദ്ദേഹത്തിനെ മാതൃകയാക്കി കരുതുന്ന വസ്വാസുകാരുടെ സംഗതി മാറുകയുള്ളൂ. അപ്പോ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് എടുത്ത് തന്നെ മഹല്ല് കമ്മിറ്റികളൊക്കെ അതിലിടപെട്ട് വസ്വാസ് ഒരാളത് കണ്ടാൽ കണ്ടു നിൽക്കാൻ പാടില്ല. അന്ന് നാളെയായിട്ട് ഈ മഹല്ലിലെ പല ആളുകളിലേക്കും അത് ഒരു പകർച്ചവ്യാധിയായി വരുമെന്ന് മനസ്സിലാക്കി, ഒരു പകർച്ചവ്യാധിയാകുമെന്ന് മനസ്സിലാക്കി ആ മഹല്ലിലെ ഖത്തീബും ആ മഹല്ലിലെ കാരണവരും എല്ലാവരും കൂടി ഇരുന്ന് ഒരു പരിഹാരം ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് കാണണം. പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ളവർക്ക് ആന്റി ഫലപ്രദമായ സംഗതിയൊക്കെ തന്നെ. ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഉസ്താദുമാരൊക്കെ നല്ല അടി കൊടുത്തിട്ടാണെങ്കിൽ കേട്ടോ, ചെറിയ അടിയൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ കുറെയൊക്കെ മാറ്റം ഉണ്ടാവും ചെറിയ പ്രായത്തിൽ. ദർസിലെ ഉസ്താദുമാരൊക്കെ നമ്മളെ ക്ലാസ് റൂം കേൾക്കുന്നുണ്ടെങ്കിൽ, വസ്വാസുകാർ കുട്ടികളുണ്ടെങ്കിൽ നോക്കി നിൽക്കുക. വസ്വാസ് നടത്തിക്കൊണ്ടിരിക്കുക, ബാക്ക് നടിക്കുക, നല്ല ചൂരലടി കൊണ്ട് ബാക്കിന്നൊരു അടി എടുക്കുക. അപ്പൊ കുറെയൊക്കെ വസ്വാസം മാറി. ഇത് തന്നെ ഇതൊരു അന്ധവിശ്വാസമാണ്, കാരണം ഒരു അസുഖമാണ്. ഒരു എന്താ പറയാ, ഒരു മെന്റൽ ഡിസീസ് തന്നെയാണ്, മാനസിക രോഗം തന്നെയാണ് വസ്വാസ് എന്ന് പറയുന്നത്. ആരും വളരെ ചെറുതായിട്ട് എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു സഹോദരിയുടെ ടൈപ്പ് വന്നിട്ടുണ്ട്, വളരെ ചെറുതാണ്. അത് വായിക്കണമെങ്കിൽ മറ്റേ കണ്ണട ഷോപ്പിൽ പോയിട്ട് അല്ല വാച്ചിന്റെ ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെക്കേണ്ടി വരും. സഹോദരി ഒന്നും കരുതരുത്, ഞാൻ കുറച്ച് തമാശാപരമായിട്ടാണ് എന്റെ മറുപടിയൊക്കെ വരിക. അപ്പൊ അതുകൊണ്ട് സഹോദരി ഒന്നും കരുതരുത്. അത് കണ്ണട ഷോപ്പിൽ അല്ല മറ്റേ ഷോപ്പിൽ പോയിട്ട് വയസ്സൊന്നായതുകൊണ്ടല്ല, ചെറിയ അക്ഷരാണ്, വലിയ ടൈപ്പും വലിയ പിയെന്നും ചെറിയ അക്ഷരവും. അപ്പൊ അതുകൊണ്ട് അത് വായിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. സഹോദരിമാരിൽ ആണ് വസ്വാസ് ഒരു പക്ഷേ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇമ്മമാരാണ് ഇമ്മമാര് വസ്വാസിൽപ്പെട്ട ഒരു കുടുംബ പ്രശ്നമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. വലുതാക്കി ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഉമ്മമാര് വസ്വാസിൽപ്പെട്ടാൽ ഒരു കുടുംബ പ്രശ്നമായിട്ട് മാറും. മരുമോള് വൃത്തിയാക്കാൻ മതിയാവില്ല. കുട്ടി എവിടെങ്കിലും ഒന്ന് പാത്തിയിട്ടുണ്ടാവും. കുട്ടി അടുക്കളയിൽ പാത്തിയാൽ ഉമ്മ പറയും, ഇനിയിപ്പോ ഈ അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചാൽ ശരിയാവില്ല, അല്ലേ? കുട്ടി അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചാൽ ഇനി ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് വസ്വാസും ദേഷ്യവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. വസ്വാസമുള്ളവർക്ക് ദേഷ്യം പിടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് തൃപ്തി ഉണ്ടാവില്ലല്ലോ, ഒരു കാര്യത്തിലും തൃപ്തി ഉണ്ടാവില്ല. നിസ്കരിച്ചതിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഏടോ തെറ്റുണ്ടോ, അതുപോലും ശരിയായിട്ടില്ല, നിക്കത്ത് ശരിയായില്ല എന്ന് ബാക്കോട്ട് ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് തൃപ്തി ഉണ്ടാവില്ല. പിന്നെ പലപ്പോഴും കുട്ടികൾ മൂത്രമൊഴിക്കുന്നൊക്കെ കണ്ടിട്ടാണെങ്കിൽ അവരുടെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല. അല്ലെങ്കിൽ അവിടുന്ന് പാചകം ചെയ്ത ഭക്ഷണത്തിന് തകരാറുണ്ടാവും, നിലം തുടച്ചത് ശരിയായിട്ടില്ല, അപ്പൊ അവിടെ നടന്നിട്ടാണെങ്കിൽ പ്രശ്നം. അങ്ങനെ വലിയ വലിയ ചിന്തകൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ തൊട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ കടന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അയ്യാക്ക അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പാർട്ടിയിലൊക്കെ ചില വസ്വാസ് പോയിന്റുകൾ തന്നെ ഉണ്ട്, അല്ലേ? പാർട്ടിയിലൊക്കെ ചില വസ്വാസ് രോഗികൾ ചില പോയിന്റുകൾക്ക് അതിഗംഭീരമായ ഇത് കൊടുത്തുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇങ്ങനെ ചില പോയിന്റുകളിൽ വസ്വാസ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി. അപ്പൊ
അത് നമ്മളെ ഒരുവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പിന്നെ എല്ലാ വസ്വാസും അടികൊണ്ട് മാറിയില്ല. അവർക്ക് വളരെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഒരു കൗൺസിലിംഗ് നടത്തിയാൽ പലപ്പോഴും വസ്വാസിന് നല്ല മാറ്റം ഉണ്ടാവാൻ. ഞാൻ ചില വസ്വാസ് രോഗികളോട് പറയാറുള്ളത്, ഉള്ളു എടുക്കുക, നിസ്കരിക്കുക, നേരെ മുന്നോട്ട് തന്നെ ചെയ്തങ്ങോട്ട് പോവുക. എന്നിട്ട് പിന്നെ സംശയം തോന്നുകയാണെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സംശയം തോന്നുക, നെയ്യത്ത് ശരിയായില്ല, നിസ്കാരത്തിന്റെ നെയ്യത്ത് ശരിയായില്ല, ഉളു ചെയ്തത് ശരിയായില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചെയ്ത കാര്യം രണ്ടാമത് ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യാം. എന്ത്? ഒറ്റക്കാലിൽ നിൽക്കുക. ഇടത്തെ കാലിൽ തന്നെ, ഇടത്തെ കാലിൽ നിൽക്കുക. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അത് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്. കൗണ്ടർ ഉപയോഗിക്കാനൊന്നും പാടില്ല. തസ്ബീഹ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നും ഉപയോഗിക്കാണ്ട് കുറെ ഒരു 99 ഇസ്തിഗ്ഫാർ അങ്ങോട്ട് ചെല്ലുക. ഈ തോന്നലുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടുന്നില്ല. കാരണം നിസ്കാരം ശരിയായോ ഇല്ലെന്ന് വെറുതെ വിചാരണ നടത്തിയോണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. പക്ഷെ അങ്ങനെ അഥവാ വല്ല പോരായ്മയും വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് തീരാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇത് ഒറ്റക്കാലിൽ നിന്ന് ചെല്ലിക്കുന്നതിന്റെ സ്ഥിതി എന്താ വെച്ചിട്ടാണ്, കാല് അഥവാ നിലത്ത് വെച്ച് പോയാൽ അദ്ദേഹം തൽക്കം തുടങ്ങണം. കാല് അഥവാ നിലത്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തൽക്കം തുടങ്ങണം. ഇത് പിന്നെ കിതാബിലൊന്നും അല്ലട്ടോ, ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. കാല് നിലത്ത് വെച്ച് പോയാൽ അദ്ദേഹം തലക്കന്ന് പിന്നെയും തുടങ്ങണം. എണ്ണം തെറ്റിയാലും തൽക്കം തുടങ്ങണം. അപ്പൊ പിന്നെ അങ്ങനെ ഒരു 3-4 തവണ ഇസ്തിഗ്ഫാർ അങ്ങോട്ട് ചെല്ലുന്നതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു കൂലിയുള്ള കാര്യമാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. നേരത്തെ വസ്വാസിന് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല, ഒരു കൂലിയില്ലല്ലോ വസ്വാസിന്. ഇസ്തിഗ്ഫാർ ചെല്ലി അതിന് കൂലിയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തും. പിന്നെ ഇതിനൊരിക്കലും വസ്വാസുകാരൻ വന്ന്, ഒരു ഗൾഫുകാരനാണ്, അവനോട് ഭയങ്കര വസ്വാസാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് എണീറ്റിക്കാൻ പറഞ്ഞു. എണീറ്റിക്കാൻ പറഞ്ഞപ്പോ സമയത്ത് മൂപ്പർ എണീറ്റ് നോക്കുമ്പോൾ മൂപ്പർ പാന്റ് മുനിസിപ്പാലിറ്റിയാണ്. നല്ല വസ്വാസൊക്കെ ഉള്ള ആളാണ്. ഞാൻ ചോദിച്ചു, ചങ്ങായി നിങ്ങളിങ്ങനെ വസ്വാസൊന്നും പറഞ്ഞ് നടക്കുക, കാല് നിൽക്കുന്നത് കണ്ടില്ല, ഇത് ഏറ്റവും വലിയ ഹറാമാ. നിങ്ങൾ ഓളെടുക്കുന്നതിലുള്ള സംശയമല്ല നിങ്ങളെ പ്രശ്നം, ഓളെടുക്കുമ്പോഴുള്ള പ്രശ്നമല്ല നിങ്ങളെ പ്രശ്നം. മുനിസിപ്പാലിറ്റി പാൻഡായിട്ട് നടക്കുക. നാട്ടിലെ മാലിന്യം സകലവും അവിടെ ഉണ്ട്. അതിനെക്കുറിച്ചും ചിന്തിച്ച് അതൊന്ന് പൊക്കാനുള്ളത് വെക്കുന്നത്. ഹറാമ് നിങ്ങൾ ചെയ്യുന്നു, ഹറാമായ കാര്യങ്ങൾ കടുത്ത ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അതല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഹറാമിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വസ്വാസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ കണ്ട പറഞ്ഞ് വസ്വാസ് അല്ല എന്റെ പ്രശ്നം, ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നെ നരകത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, എന്നെ വല്ലാതെ തെറ്റുകാരനാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആദ്യം അത് നിർത്തട്ടെ എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി. കുറച്ച് മരുന്നും കൊടുത്തിട്ടുണ്ട്, കുറെ വസ്വാസമൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വലിയ വലിയ കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക. വലിയ കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക എന്ന് പറയുന്നതും വസ്വാസുകാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഇനി വസ്വാസ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാവുന്നതാണ്. അല്പസമയം കൂടി ഞാൻ ഇവിടെ ഉണ്ടാവും. എന്റെ മരുന്നെടുക്കുന്നയാള് നിസ്കരിക്കാൻ പോയതാണ്. ഒരു വരുന്നതുവരെ ഞാൻ സംശയങ്ങൾക്ക് മറുപടി പറയാം. തന്നെ അങ്ങനെ വസ്വാസിനെ കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. വസ്വാസ് ചിലപ്പം പിന്നെ സംശയം ചോദിക്കുമ്പോൾ ആരും പേടിക്കൊന്നും കണ്ടോ. അപ്പോ പിന്നെ സംശയം ചോദിക്കുന്നവരെ നമ്മൾ വസ്വാസുകാരാക്കി അങ്ങനെ മാറ്റമൊന്നുമില്ല. ആ വസ്വാസൊക്കെ ആർക്കും ഉണ്ടായി പോകാവുന്നതാണ്. ഇപ്പൊ സംശയം ചോദിക്കാം, പിന്നെ അറിയാവുന്ന രീതിയിലൊക്കെ നമുക്ക് മറുപടി വരുന്ന ചർച്ച ചെയ്യാം. വസ്വാസിന്റെ പരിഹാരമാർഗങ്ങളൊക്കെ പറയാം. സംശയമുള്ളവർക്ക് ചോദിക്കാനുള്ള ഒരു അവസരമാണ് കേട്ടോ. സംശയം ചോദിച്ചോളൂ വസ്വാസിനെ കുറിച്ച്. ഇതിനിടയിൽ ഒരാളൊരു കരിങ്ങപ്പാറ പറമ്പിൽ കുഞ്ഞാലൻ ഹാജി മരണപ്പെട്ടു, വിവരം അറിയിക്കുന്നു. മരണപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി. കരിങ്ങപ്പാറ പറമ്പിൽ കുഞ്ഞാലൻ ഹാജി എന്ന ഒരു ആള് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാരുടെ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഹൈറായ നിലക്ക് ആക്കി നൽകുമാറാവട്ടെ. നല്ല ഒരു ഹൈറായ മരണാനന്തര ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹാജിയാർക്ക് നൽകുമാറാവട്ടെ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യുന്നു. സംശയമുള്ളവരൊക്കെ ചോദിച്ചോളൂ. ഞാൻ തന്നെ ഇങ്ങനെ ഈ വൺ വേ ട്രാഫിക് സംസാരം തീരെ
ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ്. സംശയമില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിലേക്ക് തന്നെ പോകാവുന്നതാണ്. വസ്വാസിനെ കുറിച്ച് ഇനിയിപ്പോ സഹോദരിമാർക്ക് വേണമെങ്കിൽ PM എടുക്കാം. സഹോദരിമാർക്ക് വേണമെങ്കിൽ PM എടുക്കാം. കുറച്ച് വലുതാക്കി എടുക്കണമെന്നേ ഉള്ളൂ. കുറച്ച് വലുതാക്കി എടുക്കണമെന്നേ ഉള്ളൂ. PM അടിക്കുമ്പോൾ സൈസ് നമ്പർ 2 ഉപയോഗിക്കുക. 1 ഉപയോഗിക്കരുത്. സൈസ് നമ്പർ 2 ഉപയോഗിച്ച് PM അടിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ കാര്യവും നമുക്ക് അറിയാവുന്ന സംഗതി ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. 3 വേണ്ട. 3 ആകുമ്പോഴേക്ക് പെട്ടെന്ന് അറിഞ്ഞു പോകും. PM പെട്ടെന്ന് ഫുള്ളായി പോകും. 3 വേണ്ട. ഈ 2 വെച്ച് PM അടിച്ചാൽ പിന്നെ ഞാനത് വായിച്ചിട്ട് മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാം, സഹോദരിമാരാണെങ്കിൽ. അല്ലാത്തവർക്ക് മൈക്കെടുത്ത് സംശയം ചോദിക്കുകയും ചെയ്യാം. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു മൈക്കെടുക്കാത്തത് അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം പല ആൾക്കാരും ഞാൻ ഒഴിവാണെന്ന് വിചാരിച്ച് എല്ലാവരും ഒഴിവായിക്കൊള്ളണമെന്നില്ല. പല ആൾക്കാരും പല രീതിയിലുള്ള അവരുടേതായ മൈഷത്തിന്റെ വർക്കുകളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമായിരിക്കും. പലർക്കും മൈക്കെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അങ്ങനെ കേട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലേ? അപ്പൊ എന്നാ പിന്നെ വസ്വാസിന്റെ കാര്യത്തിൽ സംശയമില്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ഒരു വിഷയം പറയും. ഞാൻ പറയേണ്ട ഒരു വിഷയങ്ങൾ ആവശ്യപ്പെടും. ആ വിഷയം പറയാം. മദീൻകുട്ടി 97 വന്നിട്ടുണ്ട് അല്ലെ? അദ്ദേഹത്തിന്റെ സംശയം എന്താണെന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹത്തിന് എന്റെ മൈക്ക് വിട്ടു. മൊയ്തീൻകുട്ടി സാഹിബിന്റെ മൈക്ക് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ആർക്കും ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഏതായാലും ഒന്നും കേട്ടിട്ടില്ല. ഞാനൊന്നും കേട്ടിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ മൊയ്തീൻകുട്ടി സാഹിബ് മൈക്കൊന്ന് ഒച്ചക്കൂട്ടി. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ 100% എന്റെ മൈക്ക് വെച്ചത്. അത് 100% വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോ മൊയ്തീൻകുട്ടി സാഹിബ് ഒന്നുകൂടി മൈക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വോളിയം 100% കൂട്ടണം. 100% തന്നെയുള്ള ഒരു താഴെയുള്ള ഒരു വോളിയം ഉപയോഗിക്കാൻ പാടില്ല. സഹോദരിമാരുടെ PM കിടക്കാം. ഒരു സഹോദരി PM അടിച്ചിരുന്നു. എന്റെ പ്രായമുള്ള ഉമ്മക്ക് ബൈലക്സ് ക്ലാസ്സിൽ ഖുർആൻ ക്ലാസ് കേട്ടതിന് ശേഷം ഫാത്തിഹയിൽ ഓതി പിന്നെയും ഓതി നന്നാക്കാൻ ശ്രമിക്കുന്നു. ഇത് ഒരു ഒരു വസ്വാസായി പോകുമോ? അതൊന്നുമില്ല. ഫാത്തിഹ ഇംപ്രൂവ്മെന്റും വസ്വാസും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാത്തിഹ രണ്ടാമത് ഓതി ഒന്ന് നമ്മൾ ഉസ്താദുമാരുടെ ഒക്കെ ക്ലാസ് കേൾക്കുമ്പോൾ ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നത് വസ്വാസമൊന്നല്ല. പക്ഷെ വസ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹ ഓതി കഴിഞ്ഞ ശേഷം പിന്നെയും ഓതുക. നിസ്കാരത്തിൽ തന്നെ, അതേ നിസ്കാരത്തിൽ തന്നെ പിന്നെയും ഓതുക. ഫാത്തിഹ ഓതി തീർന്ന് ഔദും ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലിയിട്ട് പിന്നെയും ബിസ്മി ഇട്ട് തുടങ്ങാം. പിന്നെയും തുടങ്ങാം. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വണ്ടി 10 മീറ്റർ മുന്നോട്ട് പോയി, ആ 10 മീറ്റർ പിന്നെയും ബാക്കോട്ട് തന്നെ പോവാ. പിന്നെ 11ാമത്തെ മീറ്ററിലേക്ക് അങ്ങോട്ട് പോകണില്ല. അതാണ് വസ്വാസ്. അല്ലാണ്ട് നമ്മളൊരു ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് കേട്ടതിന്റെ ശേഷം അതൊന്നും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതൊന്നും ഒരു വസ്വാസായിട്ട് കരുതേണ്ടതില്ല. ഒരു സഹോദരി പറഞ്ഞത് ഉളു എടുക്കുമ്പോൾ 5-6 പ്രാവശ്യം എടുക്കുന്നത് കാണാം. അത് വസ്വാസ് തന്നെയാണ്. 5-6 പ്രാവശ്യം ഉളു എടുക്കുക എന്ന് പറഞ്ഞാല്. പിന്നെ ചില ആൾക്കാരുണ്ടാവും, പിന്നെ അത് ചിലപ്പോ എയർ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഉളു പോകുന്നുണ്ടാവും. നമുക്ക് സുന്നികൾക്ക് ഏറെ പോയാൽ തന്നെ ഒതു മുറിയല്ലോ. മുജാഹിദിലെ ഒരു തമാശ കേട്ട്, മുജാഹിദിലെ ഒതു മുറിയണമെങ്കിൽ വലിയ ശബ്ദത്തിൽ പോകണമെന്ന്. പടക്കം പൊട്ടുന്നത് പോയാലേ ഒതു മുറിയുള്ളൂ എന്നാണ്. ബോംബ് വേണം. അതെ, സുന്നികൾക്ക് അങ്ങനൊന്നല്ല. ഏറെ പോയാലും കൃമി പോയാലും ഒക്കെ ഒതു മുറിയും. അപ്പൊ അങ്ങനെ ഒതു മുറിഞ്ഞിട്ട് 5-6 വട്ടം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പിന്നെ എടുത്ത ഉള്ളു മുറിയാതെ പിന്നെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു വസ്വാസിന്റെ ശാഖയാണ് എന്നാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്മായിൽ മലബാർ ബയാർ സാഹിബ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുൻസഫിൽ വരാൻ വേണ്ടിയിട്ടാണോ മുൻസഫിൽ വരാൻ വേണ്ടിയിട്ടാണോ ഒരു സംശയം ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല. സംശയമാണോ? വസ്വാസാണ് നമ്മുടെ വിഷയം. ആരും വസ്വാസ് ആക്കലല്ല, ഉള്ള വസ്വാസ് മാറ്റലാണ് കേട്ടോ. വസ്വാസ് ആക്കുന്ന പരിപാടിയല്ല, വസ്വാസം മാറ്റുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് സംശയം ചോദിച്ചാൽ വസ്വാസ് ആവും എന്നുള്ള പേടിയൊന്നും വേണ്ട. സംശയം ചോദിച്ചാൽ വസ്വാസ് ആവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഒന്നാം സഫിൽ എത്താൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോ വസ്വാസിനെ കുറിച്ച് സംശയം ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നിർത്താം. ആരും വസ്വാസ് രോഗികളൊന്നും അല്ല, ആർക്കും വസ്വാസമൊന്നുമില്ല. വസ്വാസ് ആരെയും ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ? അപ്പൊ അങ്ങനെ നിർത്താം എന്ന് തോന്നുന്നു. ഇപ്പോൾ വസ്വാസം അവിടെ നിർത്തിവെക്കാന്നാണ് തോന്നുന്നത്. ജനാപത്ത് കുളിക്കുമ്പോൾ വെള്ളം ബക്കറ്റിൽ ഇറ്റിയാൽ കുളി ശരിയാകുന്നു. അതൊക്കെ ഉസ്താദുമാരോട് ചോദിക്കണേ. അതൊക്കെ ഉസ്താദുമാരോട് ചോദിക്കണം. ജനാപത്ത് കുളിക്കുമ്പോൾ അതൊക്കെ ഫിഖ് സംബന്ധമായ മസാലകളാണ്. ഞാനിപ്പോ ഇവിടെ വസ്വാസ് സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പൊ പറഞ്ഞത് വസ്വാസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. മസാലകളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ ഉസ്താദൊന്നും അല്ല, ഒരു വിനീതനായ ഒരു ഡോക്ടറാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ചോദിച്ചാൽ മതി. മസാലകളൊന്നും എനിക്കറിയില്ല. നമ്മുടെ പിന്നെ മസ്വാസ് അല്ല സ്പെഷ്യലിസ്റ്റ് ഉസ്താദുമാർ വേറെ വരും. നമ്മുടെ അബൂറയ്യാൻ ഉസ്താദ്, അല്ലേ, കൊട്ടുകര സാദി ഉസ്താദ്, അങ്ങനെയുള്ള ഉസ്താദുമാരൊക്കെ വരുന്ന സമയത്ത് വസ്വാസ മസാല സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടി കിട്ടുമെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും വസ്വാസം മാറി. ഞാൻ അടി കൊടുക്കുമെന്ന് പറഞ്ഞു. സംശയം ചോദിച്ചാൽ അടി കൊടുക്കുമെന്ന് തോന്നിയത് കൊണ്ട് വസ്വാസിന്റെ സംശയം ചോദിക്കാതിരിക്കുക എന്നാണ് ഒരാൾ സൂചിപ്പിക്കുന്നത്. അതൊക്കെ അങ്ങനെയൊന്നല്ല കേട്ടോ. സത്യത്തിൽ അങ്ങനെ ആർക്കും തോന്നാൻ പാടില്ല. സംശയം ചോദിക്കുമ്പോൾ ഒരാളെയും ഞാൻ അങ്ങനെ കളിയാക്കാറൊന്നുമില്ല. പിന്നെ തമാശ പറയുന്നത് അവർക്ക് കൂടി മനസ്സിലാകുന്ന ധൈര്യമുള്ള ആൾക്കാരെ വെച്ച് മാത്രമേ അങ്ങനെയുള്ള തമാശകൾ പറയാറുള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ആരും കരുതരുത്, മനസ്സിലൊന്നും വെക്കരുത്, കമന്റുകൾ മനസ്സിലൊന്നും വെക്കരുത്. നമ്മൾ നല്ല ഉദ്ദേശത്തിന് ക്ലാസ് വെച്ചിട്ട് ഈ വിനീതൻ അത് തീരെ വളരെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് വരും. അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും മനസ്സിൽ കരുതരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ മനസ്സിലൊന്നും കരുതരുത്. ഞാൻ ആരെയും അടിക്കൂല കേട്ടോ. ആരെയും അടിക്കൂല, ഒന്നും ചെയ്യൂല. ഞാനൊരു എന്താ പറയാ, എന്നെ പരിചയമുള്ളവർക്കറിയാം, ഞാൻ ആരെയും അടിക്കാത്ത ഒരാളാണ്. ഒരു പാവം ഡോക്ടറാണ്. കൊടുക്കുന്നത് ഹോമിയോപ്പതി മരുന്നല്ലേ. അതിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിച്ചിട്ട് ആരും ഒന്നും സംശയം ചോദിക്കാണ്ടിരിക്കണ്ട. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സംശയമുള്ളതൊക്കെ വന്നോളൂട്ടോ വസ്വാസിനെ കുറിച്ച്. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് കിടക്കാം. നമ്പറൊന്നും ഞാൻ പബ്ലിക്കിൽ അടിക്കാറില്ല. കാരണം അത് പിന്നെ നമ്പർ പബ്ലിക്കിൽ അടിച്ചാൽ അത് പിന്നെ ഭയങ്കര പ്രശ്നം. അത് PM അടിച്ചോളൂ. PM അടിച്ചാൽ പിന്നെ PM-ലൂടെ നമ്പർ എടുക്കാം. ഓക്കെ. പിന്നെ വിളിയോട് വിളിയായിരിക്കും. ഞാൻ എനിക്ക് കൗൺസിലിങ് പിന്നെ എൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിലാകുമ്പോൾ ഒരുപാട് അത്യാവശ്യക്കാർ PM അടിച്ചാൽ നമ്പർ തരും. ഓക്കെ. അപ്പം മൊയ്തീൻകുട്ടി സാഹിബ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് വിട്ടു. ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ മൈക്ക് പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. മൊയ്തീൻകുട്ടി സാഹിബിന് ഒന്നും കേൾക്കുന്നില്ല. ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നവര് ഡോക്ടറുടെ ക്ലാസ് ആയാലും അതുപോലെ ഉസ്താദ്മാരുടെ ക്ലാസ് ആയാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, PC-യിൽ ഓഡിയോ എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രം മൈക്കെടുത്ത് സംസാരിക്കുക. അത് തീരെ ഇവിടെ കേൾക്കുന്നില്ല ആർക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു, ഓർമ്മിക്കുന്നു. അസ്സലാമലൈക്കും.
അല്ലാണ്ട് മാതൃഭൂമി പത്രം വായിച്ചാലൊന്നും ഗർഭിണിക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല. അല്ലെ? അറബി ഭാഷ എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്ത മനസ്സിൽ സന്തോഷം കൊടുക്കുന്ന ഖുർആൻ സീരിയലൊക്കെ കേൾക്കുക, അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഒരു ഗർഭിണി മുന്നോട്ട് പോയാൽ നല്ല ബുദ്ധിയുള്ള കുട്ടി കൂടി ഉണ്ടാവും. നല്ല ബുദ്ധിയുള്ള കുട്ടി കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ച് പിന്നെ ഞാനിപ്പോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ പോവാനായിട്ടുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ആരോഗ്യമാസിക പോലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതും അത്ര നല്ലതൊന്നല്ല. ആരോഗ്യമാസിക വായിച്ചു കാണാൻ ഒരു സാധാരണക്കാരൻ ആരോഗ്യമാസിക വായിച്ചു കാണാൻ ആ സൂക്കേട് എനിക്കുണ്ടോ, ഈ സൂക്കേട് എനിക്കുണ്ടോ എന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. ആ അസുഖം ഈ അസുഖം ഇതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഇവരിങ്ങനെ പേടിപ്പിച്ചിട്ട് ഓരോ ബിസിനസ് കൂട്ടലാണ് ഓരോ പരിപാടി. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമാസികമൊന്നും വല്ലാതെ വായിക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഡോക്ടറെ കാണുക, ഒരു അസുഖമുള്ള ഒരാൾ നല്ലൊരു ഡോക്ടറെ നേരിട്ട് കാണുക, അദ്ദേഹത്തിനോട് ചോദിച്ച് രോഗത്തിന്റെ വിവരങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. പുസ്തകങ്ങളാകുമ്പോൾ പലതും പഠിപ്പിക്കും. അപ്പോ 1-2 പേർക്ക് സംശയം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി മൈക്ക് വിട്ടു ഉടനെ ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അവർക്ക് വേണ്ടി ഞാൻ മൈക്ക് വിട്ടു. അവർ സംശയം ചോദിച്ചു. സംശയം ചോദിക്കാൻ വന്നവരൊന്നും കാണുന്നില്ലല്ലോ. അതെ, നബീസത്തുമാല വളരെ നല്ലതാണ്. നബീസത്തുമാലൊക്കെ വേണം കേട്ടോ ഗർഭിണിയാകുന്ന സമയത്ത്. അതൊക്കെ നല്ല മഹാന്മാരെ ഓർക്കുന്നതും മഹതികളെ ഓർക്കുന്നതൊക്കെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സംശയം ചോദിക്കാനൊന്നും ആയിരുന്നില്ല വന്നെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മുൻസഫിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ മയക്കെടുത്തതാണ്. ഇനിയിപ്പോ 4 സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയിൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് ഒരിക്കൽ ചർച്ച ചെയ്യണം. പഠന പ്രശ്നങ്ങളെ കുറിച്ച്, പഠന വൈകല്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യും. ഞാൻ ഈ ക്ലാസ് റൂമിൽ നിങ്ങളുടെയൊക്കെ മാതിരി ഒരു മെമ്പറായിട്ട് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാഹ് ഞാൻ വളരെ സന്തോഷവാനാണ് വന്നതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് പിന്നെ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാനൊരു എന്നെ പരിചയപ്പെടുന്നതിന്റെ പേര് പറയണമെന്ന് പലരും ഇങ്ങനെ PM-യിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഡോക്ടർ AP അബ്ദുള്ളക്കുട്ടിന്റെ ഇനീഷ്യലിൽ AP ഉണ്ട്. അതിലും വളരെ സന്തോഷമുണ്ട്. അത് വളരെ വലിയ ഒരു സന്തോഷമാണ്. അബ്ദുള്ളക്കുട്ടിയാണ് പേര്. ഹോമിയോപ്പതി ഡോക്ടറാണ്. സർക്കാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കാരപ്പറമ്പിലാണ് പഠിച്ചത്. ഇതിനുശേഷം മനഃശാസ്ത്രത്തിൽ PG കഴിഞ്ഞു. അൽഹംദുലില്ലാ ഒരു പരിശീലകൻ കൂടിയാണ്, നേതൃത്വ പരിശീലകൻ. അങ്ങനെയുള്ള കുറെ ട്രെയിനിങ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടത്. ഉസ്താദ് ചോദിച്ച താല്പര്യമില്ല എന്ന് പറയുന്നു, എന്താണ് പ്രതിവിധി? സെക്സിൽ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് ഒരു സഹോദരൻ. ഞാൻ നേരത്തെ പറഞ്ഞു സെക്സിൽ താല്പര്യമില്ലെങ്കിൽ അത് കുട്ടികൾക്ക് പഠന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് പഠന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാന് പിന്നെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് അറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ പരിശീലകനാണ്. സ്കൂളിൽ ഒരു ഗവൺമെന്റ് ട്രെയിനറായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ജോലികളൊക്കെ ഉണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ സംശയം ചോദിക്കുന്നവർക്ക് വേണ്ടി മറുപടി, 2 പേരുടെ സംശയത്തിന് ഞാൻ മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. അതിന്റെ ശേഷം ഞാൻ ചോറുന്നാൻ പോകുന്നുള്ളൂ. എനിക്ക് 3 സമയമുണ്ട്. എന്റെ ഇടയിൽ ചോറുന്നണം, ഉച്ചക്ക് ളുഹർ നിസ്കരിക്കണം. 2 മണിയെ ബാക്കിയുള്ളൂ. ഉച്ചക്ക് ഉറങ്ങലൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് 2 പേർക്ക് വേണ്ടി മൈക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നുണ്ടോ? പിന്നെ ഡോക്ടർ സാർ, ഒരു സംശയം. പിന്നെ സാധാരണ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടില് TV ഇല്ലെങ്കിൽ
കുട്ടികൾ അടുത്ത വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ടി വി കാണും. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ടി വി ഇല്ല അൽഹംദുലില്ലാ. പക്ഷെ എന്റെ കുട്ടികളൊക്കെ പുറത്ത് ജ്യേഷ്ഠന്റെ വീട്ടിലും പുറത്തൊക്കെ പോയി ടി വി കാണാറുണ്ട്. അപ്പൊ എപ്പോഴും എന്റെ ഭാര്യയൊക്കെ പറയും ടി വി ഇല്ലാണ്ട് ഇപ്പം കുട്ടികൾ അടുത്ത വീട്ടിലൊക്കെ പോകണം, എന്താ ഇപ്പം ചെയ്യുന്നത്, ടി വി വെക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു കോലമാണ്. അപ്പൊ ഈ ടി വി അതിനെന്താണ് പരിഹാരം? കുട്ടികളെ അടുത്ത വീട്ടിലും മറ്റുമൊക്കെ പോയി ടി വി കാണും, എങ്ങനെയായാലും നമ്മൾ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അവരവര് പോവാതിരിക്കില്ല പുറത്ത് കളിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ. അപ്പൊ അതിനൊരു പരിഹാരം ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും ഒരു മാർഗം, ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോഴ് ലോകത്താകമാനം നടന്നു വരുന്ന ഒരു സംഗതി സെൽ യുവർ ടി വി സേവ് യുവർ ഫാമിലി, സെൽ യുവർ ടി വി സേവ് യുവർ ടൈം എന്നൊക്കെ പറയുന്ന ഒരു ക്യാമ്പയിനാണ്. ടി വി വിൽക്കുക, ടി വി ഒഴിവാക്കുക, അതൊരു ടൈം വേസ്റ്റർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല വീടുകളിലും സഹോദരിമാരാണ് പലപ്പോഴും ടി വിയുടെ ആൾക്കാർ. ആലവക്കത്ത് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടി വി വാങ്ങിപ്പിക്കുകയാണ് സഹോദരിമാർ. സത്യത്തിൽ അത് ആ ഉമ്മയുടെ തന്നെ തകരാറാണ്. ഉമ്മക്ക് ടി വി വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അയൽവക്കത്ത് പോവുകയാണ്, നമുക്ക് ഇവിടെ തന്നെ ഒന്ന് വാങ്ങി വെക്കാമെന്ന് പറയുന്നത്. അത് ശരിയായൊരു സംഗതിയല്ല. അയൽവക്കത്ത് പോവുകയാണെങ്കിൽ ആ പോകുന്ന പണിയെങ്കിലും കുട്ടിയെടുക്കണ്ടേ? നമ്മൾ സ്വന്തം വീട്ടില് ടി വി എന്ന് ഞാൻ പറയല്ല, ഹറാം ബോക്സ് എന്നാണ് പറയേണ്ടത്. ഹറാം ബാങ്കാണ് ടി വി എന്ന് പറയുന്നത്, ഹറാം ബാങ്കാണ്. നമ്മൾ ടി വി പൈസ കൊടുത്ത് വാങ്ങി നമ്മുടെ കുട്ടികളെ തല്ലിപ്പൊളികളാക്കി, നമ്മുടെ കുട്ടികളെ ബുദ്ധിയില്ലാത്തവരാക്കി, ഹറാമിലേക്ക് അവരെ അടുപ്പിച്ച് നമ്മുടെ ക്യാഷ് ഒന്നും ഒരു ഹറാമായിട്ട് വരികയാണ്. കണ്ടമാനം ഹറാം. ഈ കുട്ടി ടി വിയിൽ കണ്ട് പീഡനം കണ്ട് പിന്നെ ഒരു പീഡനം നടത്തിയാൽ അങ്ങനെ തന്നെ ഒരിക്കലുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് സമയം പോകും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അയൽവക്കത്ത് പിന്നെ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ടി വി വാങ്ങി വെക്കാൻ പാടില്ല. അത് ടി വിയെ കുറിച്ച് സമൂഹത്തിന് നല്ല ബോധവൽക്കരണം കൊടുക്കേണ്ടതാണ്. SYSന്റെ ഒക്കെ ബോധവൽക്കരണ പരിപാടികൾ വരുന്നുണ്ട്. ഇതുപോലുള്ള പരിപാടികളൊക്കെ അല്ലേ നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ അല്ലേ, നല്ലൊരു കമ്പ്യൂട്ടർ വാങ്ങി, ടി വിക്ക് പകരം കമ്പ്യൂട്ടർ വാങ്ങി നമ്മുടെ ക്ലാസ് റൂമൊക്കെ അവിടെ കേൾപ്പിച്ചു കൊടുത്താൽ ഉസ്താദുമാരുടെ ക്ലാസ്, പഠന ക്ലാസ് എല്ലാം ഉണ്ട്. ഒരു ടി വിനേക്കാളും നിലവാരത്തിൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് ക്ലാസ് റൂമുകളിലൂടെ ലഭ്യമാണ്. പ്രത്യേകിച്ച് മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി, ഒരു ടി വിന്റെയും ആവശ്യമില്ല. എനിക്കറിയാം ഗൾഫിലെ പല വീടുകളിലും നേരത്തെ ഫ്ലാറ്റുകളിലൊക്കെ ടി വി കണ്ടിരുന്ന ആൾക്കാർ പലരും അത് ഒഴിവാക്കി ക്ലാസ് റൂം മാത്രം കേൾക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അവരെ കാണുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ടി വി നമുക്ക് ഒഴിവാക്കിയെന്നാ നല്ലത്. 10% നല്ലതുണ്ട്, 90% ദോഷമാണ്. പക്ഷെ ആ 90% ദോഷത്തിലാണ് അധികം ആൾക്കാരും പിന്നെ ഉപയോഗിക്കാറില്ല. 10% നന്മ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉദാഹരണം പിന്നെ പറഞ്ഞാല് വിദ്യാഭ്യാസ പരിപാടികൾ മാത്രം വരുന്നൊരു ചാനലിന്റെ ടി വി, വിക്ടർ ചാനൽ, അതൊന്നും ആർക്കും അറിയുന്നല്ല. വിക്ടർ ചാനലൊന്നും ആർക്കും അറിയുന്നല്ല. എല്ലാവർക്കും അറിയാവുന്നത് പാട്ട്, ഡാൻസ്, ചാടിക്കളി, കോഴി ഡാൻസ് ഒക്കെയാണ്. കോഴി ഡാൻസ് ഒക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. കോഴി ഡാൻസ് എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് ഡാൻസ്. അതിന് ഡോക്ടർ കീശേരി ഉണ്ടാക്കിയ പേരാണ് കോഴി ഡാൻസ് എന്ന് പറയുന്നത്. എന്റെ പേറ്റന്റ് ആണ്. അപ്പൊ അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, എനിക്ക് ഹോമിയോപ്പതി മെഡിസിനിൽ സെക്സ്പരമായ മെഡിസിനിൽ ആൽക്കഹോള് അധികമായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. പിന്നെ ടി വിയെ കുറിച്ച് എന്റെ അഭിപ്രായത്തിൽ ടി വി എന്ന് പറഞ്ഞാല് നമ്മള് മറ്റുള്ളവര് വിളമ്പുന്നത് നമുക്ക് തിന്നാൻ പറ്റുമെന്നവരാണ് ടി വിയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. കമ്പ്യൂട്ടറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ചൂസ് ചെയ്ത് തെരഞ്ഞെടുക്കാം. നേരെ വെച്ച് ടി വിയിൽ അത് നടക്കത്തില്ല. അത് എന്റെ ഒരു അഭിപ്രായമാണ്. ഡോക്ടർ സാറിന്റെ അഭിപ്രായത്തിലൂടെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. നല്ല അഭിപ്രായമാണ്. ടി വി എന്ന് പറയുന്നത് വിളമ്പുന്നത് തിന്നാനേ ഞങ്ങൾ പറ്റുള്ളൂ. വെക്കുന്ന ആൾക്കാർ വേറെയാണ്. നമുക്ക് ചോയ്സിന് സാധ്യതകൾ വളരെ കുറവാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് ചോയ്സ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്.
അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നെ എന്താ പറയാ TV ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ ആദ്യം നിങ്ങൾ പറഞ്ഞ എന്തേലും ആദ്യം നിങ്ങൾ പറഞ്ഞൊരു ചോദ്യം അത് ഞാൻ വിട്ടുപോയി. ആദ്യം നിങ്ങൾ പറഞ്ഞൊന്ന് വിട്ടുപോയി. എന്തേനത് ആദ്യം പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത്. ആൽക്കഹോൾ, ഹോമിയോപ്പതി മെഡിസിനിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആൽക്കഹോളാണ്. കുടിക്കുന്ന ആൽക്കഹോൾ അല്ല. മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ലഹരി ഉണ്ടാക്കുന്ന ആൽക്കഹോൾ അല്ല. അത് ഔഷധ ഗുണങ്ങൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി, മെഡിസിനൽ ക്വാളിറ്റീസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളാണ്. ENA ആണ്. അത് കുടിക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് മരുന്നുകളിലെ ആൽക്കഹോളിനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ഇതിന്റെ ഉദ്ദേശം തന്നെ വേറെയാണല്ലോ. ഹോമിയോപ്പതി മരുന്നിലൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ ഉദ്ദേശം ലഹരി ഉണ്ടാക്കുക എന്നല്ല. അതിൽ ചേർത്ത് സൂക്ഷിച്ചു വെക്കുന്ന മരുന്നിന്റെ അംശം അവിടെ നിലനിർത്തുക എന്നതാണ്. സാധാരണ ഒരു ഹോമിയോപ്പതി മരുന്ന്, ഒരു തുള്ളി മരുന്ന്, അത് നമ്മൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളാണ്. തുള്ളി മരുന്ന് നമ്മൾ പിന്നെ ഹോമിയോപ്പതി ഗുളികയിലോ അല്ലെങ്കിൽ ഉറ്റിക്കുന്ന സമയത്ത് ആൽക്കഹോൾ പെട്ടെന്ന് അങ്ങോട്ട് ആവിയേറ്റ് പോകും. പിന്നെ മരുന്ന് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആൽക്കഹോൾ വേഗം 100% പ്യൂരിഫൈഡ് ആയ ആൽക്കഹോളാണ്. അത് മരുന്നിൽ ഒഴിക്കുന്നതോടുകൂടി അതൊന്ന് ആവിയേറ്റ് പോകും. മരുന്ന് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോമിയോപ്പതി മരുന്നിലൊന്നും ആൽക്കഹോൾ ഉണ്ടാവുന്നില്ല. അത് അപ്പം തന്നെ ആവിയേറ്റ് പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആൽക്കഹോൾ അല്ല മരുന്ന് എന്ന് മനസ്സിലാക്കുക. നമ്മൾ കുറച്ച് 1-2 ചോദ്യത്തിനും കൂടി അഡ്രസ് ചെയ്തവർക്ക് മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. വിശപ്പൊക്കെ തൽക്കാലം കുറച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചു. ഓക്കെ. ഒന്നും കേട്ടിട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല കേട്ടോ ശിഹാബ് സാഹിബെ, ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഒരാൾ ചോദിച്ചൊരു ചോദ്യം, പിന്നെ അബോർഷൻ നടത്തിയാൽ അടുത്ത കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബോർഷന് ശേഷം ഉണ്ടാകുന്ന കുട്ടികളിലും ഈ പഠന വൈകല്യം കാണാറുണ്ട്. അബോർഷൻ ഒരിക്കലും നല്ലതല്ല. അബോർഷൻ ഒരു കൊലപാതകം തന്നെയാണ്. കൊലപാതകം പണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടിനെ കൊല്ലല്. ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജി ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുട്ടികളെ കൊല്ലുന്നുണ്ട്. അപ്പൊ അതും ഒരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ പറയാം. ഞാനതിന് ഒരിക്കലും കൂട്ടു നിൽക്കാറില്ല. ഒരു മരുന്നും അതിന് ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അബോർഷൻ നടത്തിയാൽ അടുത്ത കുട്ടിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യത്തിന്റെ മേൽ അസ്സലാമു അലൈക്കും സാറേ. എനിക്ക് അൾസർ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് PVS എന്റെ കൊളോസ്കോപ്പി എല്ലാം ചെയ്ത് ഡോക്ടറെ ജിജോ ചെറിയ ഡോക്ടറെ കാണിച്ചിട്ട് അത് മരുന്ന് തന്നിട്ട് മെസാക്കോൾ എന്ന് പറഞ്ഞ ഒരു ഗുളികയാണ് അതിന്റെ മെയിനായിട്ടുള്ള മരുന്ന്. അത് തന്നിട്ടും കുടിച്ചിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറാഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരാളെന്ന് കൂട്ടുകാരൻ പറഞ്ഞ വേറെ ഡോക്ടറെ പറഞ്ഞു തന്നു. ഈ കോഴിക്കോട് 4-ാം ഗേറ്റിനടുള്ള ശങ്കർകുട്ടി വാര്യർ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു. അയാളുടെ മരുന്ന് കുടിച്ചു, ഒരാശ്വാസം ഉണ്ട്. പക്ഷെ ബ്ലഡ് കമ്മിൽ നിൽക്കുന്നില്ല. എപ്പോഴെപ്പോഴും കുറച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറവാണ്. അപ്പൊ അത് എന്താ അതിന്റെ കാരണം? ഇത് അൾസർ കഴിഞ്ഞിട്ട് പറഞ്ഞ അൾജോർസിസ്റ്റിന്റെ വേറെ പേര് പറഞ്ഞു ഡോക്ടറിനോട്, ശങ്കർകുട്ടി വാര്യർ. അതാണെന്ന് എന്നോട് പറഞ്ഞത്. ഡോക്ടറിനൊന്ന് വിശദീകരണം തന്നാലും നന്നായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലൊരു ഹയറായിരുന്നു. മൈക്ക് വെക്കുന്നു. അസ്സലാമു അലൈക്കും. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഏതായാലും അസുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാക്കട്ടെ. ഇത് ആ വിഷയത്തിന്റെ ക്ലാസ് ആയിരുന്നില്ല. നമ്മൾ പിന്നെ കുട്ടികളുടെ പഠന വൈകല്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ വിഷയം മാറിപ്പോയതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക.
ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ വരുന്നുണ്ട്. ആ ഡോക്ടറോട് പ്രഷറുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ആ ഡോക്ടറോട് നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിന് വേണ്ടി നയിക്കുന്നു. ആർക്കും ഒച്ച വരുന്നില്ല. ഞാൻ എന്റെ നെറ്റിന് തകരാറുണ്ടോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ്. ഏതായാലും ഞാൻ ഇനി ഇരിക്കുന്നില്ല. ചോദ്യം ചോദിക്കുന്നവരോടൊക്കെ ഒച്ച അടച്ചു പോകുന്നുണ്ട്. ഒന്നും കേൾക്കുന്നില്ല. മൈക്ക് എല്ലാവരും മൈക്കിനോട് കംപ്ലൈന്റ് ആണോ? അതിപ്പോ എന്റെ നെറ്റിന് കംപ്ലൈന്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു സഹോദരി മുലപ്പാല് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ സാധാരണ ടിൻ ഫുഡ് റെക്കമെൻഡ് ചെയ്യൽ ഉമ്മമാര് മരിച്ചുപോയ കുട്ടികൾക്ക് മാത്രമാണ് പിന്നെ ടിൻ ഫുഡ് റെക്കമെൻഡ് ചെയ്യല്. എങ്ങനെയെങ്കിലും അതിന് മരുന്നൊക്കെ കഴിച്ച് അത് പരിഹരിക്കാൻ വേണ്ടി നോക്കണം. മുലപ്പാൽ കുറവാണെങ്കിൽ അതിന് മരുന്നുണ്ട്, ഹോമിയോപ്പതി മരുന്നൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. കാർട്ടൂൺ കാണുന്നുണ്ട് എന്റെ മകൾ. അപ്പൊ അതുകൊണ്ട് കാർട്ടൂൺ കാണുന്നുണ്ടെങ്കിൽ അത് TV ഒഴിവാക്കി തന്നെ പറ്റുള്ളൂ. കാർട്ടൂൺ കുട്ടികളുടെ ബുദ്ധിയെ തകർക്കുന്നതാണ് എന്ന് സഹോദരി മനസ്സിലാക്കണം. ഒരു ഉമ്മയാണ് PM ചെയ്തത്. PM-ലേക്ക് കിടക്കുകയാണ്. എന്റെ പെങ്ങളുടെ പ്രശ്നം പറയാനാണ്, അതുകൊണ്ട് നിങ്ങളുടെ നമ്പറിന്റെ വിഷയം. ഓക്കെ, നമ്പർ തരാം. ഒക്കെ തീർത്ത് PM ഒക്കെ തീർത്തിട്ട് വേണ്ട പോവാൻ. PM അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ വലിയൊരു PM വന്നത് ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മടിയാണ്, പഠിക്കാൻ മടിയാണല്ലേ. മടിയില്ലാന്ന് നല്ല മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ ഇന്ന് ഇരുത്തുക. മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇരുത്തുക. ഇൻഷാ അല്ലാഹ് ബൈലക്സിലൂടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ നടത്താൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാം. അതും എടുക്കാറുണ്ട്, അതൊന്നും എടുക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ PM-ൽ വന്ന ചോദ്യങ്ങൾ ഒന്നുമില്ലല്ലോ. നമസ്കാരത്തിന് വുളു എടുക്കുമ്പോൾ ഒരുപാട് മാനസികമായി അലട്ടൽ വരും. വുളു എടുക്കുമ്പോൾ മാനസികമായ അലട്ടൽ വരും. അപ്പോ അത് വസ്വാസിന്റെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. വുളു എടുക്കുകയാണ്. വുളുവിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ചിന്തിച്ച് വുളുവിന്റെ പ്രതിഫലങ്ങളൊക്കെ മനസ്സിലാക്കി വുളുവിന്റെ പ്രതിഫലങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് ആത്മാർത്ഥമായി വുളു എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നറിയിക്കുന്നു. അപ്പോ ഇനിയിപ്പോ സംശയം ചോദിക്കുന്ന ആൾക്കാർ മൈക്ക് കിട്ടുന്ന ആൾക്കാർ മൈക്ക് വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടോ? മൈക്ക് വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മൈക്ക് എടുത്തോളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം കളയണ്ട. നിങ്ങളിൽ ആർക്കാണ് മൈക്ക് കിട്ടാന്ന് നോക്കി നല്ല മൈക്കുള്ള ആൾക്ക് ഒരൊറ്റ ചാൻസ് കൂടി തന്ന് ഞാൻ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് ചാൻസ് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നില്ല. സ്ത്രീകൾക്ക് എത്ര വയസ്സിൽ ഗർഭം ധരിക്കാം? വയസ്സ് പിന്നെ ഒരു 30-40 വയസ്സിലേക്ക് ഗർഭം ധരിക്കാവുന്നതാണ് എന്ന ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പിന്നുള്ളത് ഓക്കെ, ഇനിയിപ്പോ ആർക്കും മൈക്കാരതും ഓക്കെ ആണെന്ന് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുണ്ട്. ഞാനിതിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്നോട് വയറ് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. എത്ര വയസ്സ് മുതൽ ഗർഭം ധരിക്കാം? ഒരു 18 വയസ്സ് മുതൽക്കാണ് ഏറ്റവും ആരോഗ്യശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ 18 വയസ്സ് മുതൽക്കാണ്. വയസ്സിനേക്കാൾ ഉപരി മാനസികവും ശാരീരികവുമായ ഒരു പക്വതയാണ് ഗർഭം ധരിക്കാൻ ഏറ്റവും നല്ലത്. വയസ്സ് മാത്രം നോക്കിയാലൊന്നും പോരാ. ചില ആൾക്കാരൊക്കെ 18 വയസ്സായാലും പക്വത എത്തിയിട്ടുണ്ടാവില്ല. ആ പക്വതയെ കൂടി പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് അതും നടക്കണമല്ലോ. നാളെ ക്ലാസ് എടുക്കാൻ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ല ചോദ്യങ്ങളുമായിട്ട് സഹവസിച്ച പിന്നെ ചോദ്യങ്ങളുമായിട്ട് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെ വിനീതമായി നന്ദി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ക്ലാസ് കേട്ട മുഴുവൻ ആളുകളും ഒരു ഉത്തരവാദിത്തം കൂടി ചെയ്യാനുണ്ട്. വീട്ടിലൊക്കെ നല്ല സന്തോഷം ഉണ്ടാക്കണം. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹാപ്പി മദർ ഹെൽത്തി ചൈൽഡ്. ഹാപ്പി മദർ ഹെൽത്തി ചൈൽഡ് അല്ലെങ്കിൽ ഹാപ്പി മദർ ബ്രൈറ്റ് ചൈൽഡ് എന്നത് നമ്മൾ മനസ്സിലാക്കണം.
ഉമ്മ സന്തോഷവതിയാണെങ്കിൽ ഉമ്മമാര് സന്തോഷത്തിലേക്ക് വരണം. TV വേണ്ട, ഖുർആൻ ഓതുക, നല്ല സന്തോഷം ഗർഭാവസ്ഥയിൽ ഉണ്ടാക്കുക. അതൊക്കെയാണ് ഇന്ന് എനിക്ക് പ്രധാനമായിട്ട് ഇന്നത്തെ ഒരു സംഗ്രഹം എന്ന നിലയ്ക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ഒഴിവുള്ള സമയത്തൊക്കെ ഈ നിങ്ങളോടൊപ്പം നമ്മുടെ കുടുംബ റൂമായ, ഫാമിലി റൂമായ ഈ KMIC ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. അത് മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാതെ വെറുതെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. കാരണം ഞാനൊരു ഡോക്ടറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കാണ്, നിന്നെ ഒരു ഡോക്ടറാക്കിയിട്ട് നീ എന്താണ് സമൂഹത്തിന് വേണ്ടി തിരിച്ചു ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനുണ്ടാവില്ല. കാരണം ഞാനങ്ങനെ സമൂഹത്തിന് വേണ്ടി തിരിച്ച് അധികമൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു ചെയ്യാനുള്ള ഒരു എളിയ പരിശ്രമമാണ് ഈ ക്ലാസ് റൂമിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യമായിട്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. എല്ലാ ക്ലാസ്സിലും ബുധനാഴ്ചയുടെ സ്ഥിരം ബുധനാഴ്ച ക്ലാസ് ഉണ്ട്. ഇതുവരെ നടന്ന ക്ലാസ്സുകൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ് റൂമിലെല്ലാം ബുധനാഴ്ചയുമായി നടന്നു വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അഷ്റഫ് അരിക്കോളൻ സാഹിബ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് കേൾക്കാവുന്നതാണ്. പിന്നെ ഫാമിലി ക്ലാസ്സുകളും ഞാൻ എടുക്കാറുണ്ട്. അതും കുറെയൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഡോക്ടർ കീശേരി അടിച്ചാൽ കുറച്ച് ക്ലാസ്സൊക്കെ യൂട്യൂബിൽ കിട്ടും. അപ്പൊ അത് ഇതുവരെ ഉണങ്ങിയ ക്ലാസ്സുകൾ കേൾക്കാൻ മാത്രം ഇരിക്കാതെ വരാനിരിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാമിലി കമ്മ്യൂണിക്കേഷനാണ്. കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി അടുത്ത ഷെഡ്യൂൾ എനിക്കറിയില്ല കേട്ടോ. ഷെഡ്യൂൾ വല്ലതും കഴിച്ചു പോയോ? ഉസ്താദിനൊക്കെ താഴെ കാണുന്നുണ്ട്. ഉസ്താദിന്റെ സമയമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.